നമസ്കാരം, ഞാൻ വിഷ്ണുദത്ത്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. ഇനിയില്ലെന്ന് ഇ ശ്രീധരൻ. കൊച്ചി മെട്രോ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണമില്ലാത്തതിൽ പരോക്ഷ നീരസം പ്രകടിപ്പിച്ച് ഇ ശ്രീധരൻ. മെട്രോയുടെ രണ്ടാം ഘട്ടത്തിൽ DMRCയോ താനോ ഉണ്ടാകില്ല. തുടർ പദ്ധതി നടപ്പാക്കാൻ KMRL പ്രാപ്തമെന്നും ക്ഷണിച്ചാൽ താനും ഉദ്ഘാടന വേദിയിൽ ഉണ്ടാകുമെന്നും മുഖ്യ ഉപദേഷ്ടാവ്. ഉദ്ഘാടന വേദിയിൽ ഇ ശ്രീധരനെയും പ്രതിപക്ഷ നേതാവിനെയും MLAയെയും ഒഴിവാക്കി പ്രധാനമന്ത്രിയുടെ ഓഫീസ് ചടങ്ങ് നിശ്ചയിച്ചത് ഇന്നലെ. വേദിയിൽ ഇവർക്ക് കൂടി ഇരിപ്പിടം നൽകണമെന്ന ആവശ്യവുമായി കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന സർക്കാർ. മെട്രോ ഉദ്ഘാടനം ശനിയാഴ്ച രാവിലെ 11-ന്. പോരിന്റെ തിരക്കഥ. പോലീസ് മേധാവിയും തച്ചങ്കരിയുമായി ആസ്ഥാന പോര് മുറുകവേ തിരക്കഥയ്ക്ക് പിന്നിൽ സെൻകുമാറിനെ പൂട്ടാനുള്ള സർക്കാർ സ്പോൺസേഡ് തന്ത്രങ്ങളെന്ന് റിപ്പോർട്ട്. തച്ചങ്കരിയെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ DGPക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ രഹസ്യ നീക്കം. വിരമിക്കാൻ 2 ആഴ്ച ശേഷിക്കാത്ത സെൻകുമാറിനെ പത്മവ്യൂഹത്തിലാക്കി സർക്കാർ. അതിനിടെ പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖകൾ ചോർത്തിയെന്നാരോപിച്ച് സെൻകുമാറിനെതിരെ തച്ചങ്കരിയും, ചോർത്തുന്നത് തച്ചങ്കരി എന്ന ആരോപണവുമായി സെൻകുമാറും. DGPയുടെ പരാതി തച്ചങ്കരി ചോർത്തിയത് സ്വന്തം പേരിലുള്ള കേസുകളിലെ സുപ്രധാന രേഖകളെന്ന്. പുറ്റിങ്ങൽ കേസിന്റെ രേഖകൾ കൈക്കലാക്കാൻ സെൻകുമാർ ശ്രമിച്ചത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനെന്ന് തച്ചങ്കരിയും. സർക്കാരിന്റെ ഗൂഢനീക്കം കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അംഗമായി സെൻകുമാർ നിയമിക്കപ്പെടുന്നത് തടയാനെന്ന് സൂചന. ഫയൽ കേന്ദ്ര സർക്കാരിന്റെ പരിഗണനയിലായിരിക്കെ കയ്യേറ്റ ശ്രമക്കേസിൽ DGPയെ പ്രതിയാക്കാനുള്ള നീക്കം ഈ ലക്ഷ്യം വെച്ചെന്ന് നിഗമനം. കേസെടുക്കാൻ പാകത്തിൽ IG ബൽറാം കുമാർ ഉപാധ്യായയെ സംഭവത്തിൽ സാക്ഷിയാക്കിയതും ഇതിനെന്ന് വ്യക്തം. മരണം വിതച്ച് പനിക്കാലം. കാലവർഷം ശക്തമാകാനിരിക്കെ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഇടവേളയിൽ സംസ്ഥാനത്ത് പകർച്ചവ്യാധികൾ വ്യാപകം. ജനുവരിക്ക് ശേഷം മാത്രം പകർച്ചപ്പനിയും അനുബന്ധ രോഗങ്ങളും കാരണം കേരളത്തിൽ മരണമടഞ്ഞത് 100-ലധികം പേർ. പനിമരണങ്ങൾ ഏറ്റവും വ്യാപകമായത് കോഴിക്കോട് ജില്ലയിൽ. ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ച 100 മരണങ്ങൾക്ക് പുറമെ 80ഓളം പേർ മരിച്ചത് പകർച്ചവ്യാധികൾ മൂലമെന്ന് സംശയം. ഏറ്റവും അധികം മരണം വിതച്ചത് H1N1 പനിയും ഡെങ്കിയും. 5 മാസത്തിനിടെ സംസ്ഥാനത്ത് 12 ലക്ഷത്തോളം പേർ പലയിനം പനികൾക്ക് ചികിത്സ തേടിയതായും ആരോഗ്യവകുപ്പിന്റെ കണക്ക്. സർക്കാർ ആശുപത്രികളിൽ ഇന്നലെ പനിക്ക് ചികിത്സ തേടിയ 20,000-ഓളം പേരിൽ 128 പേർക്ക് ഡെങ്കി എന്ന് സ്ഥിരീകരണം. പകർച്ചവ്യാധി വ്യാപനത്തിൽ മുന്നിൽ നിൽക്കുന്നത് തലസ്ഥാന ജില്ലയും മലപ്പുറവും. പനിമരണങ്ങൾ തുടരുമ്പോഴും മാലിന്യ നിർമ്മാർജ്ജനത്തിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും സർക്കാർ അലംഭാവമെന്ന് ആക്ഷേപം. പമ്പ് സമരം പിൻവലിച്ചു. ഇന്ധനവിലയിലെ പ്രതിദിന പരിഷ്കരണത്തിൽ പ്രതിഷേധവുമായി നാളെ ആരംഭിക്കാനിരുന്ന സമരം പിൻവലിച്ച് പെട്രോൾ പമ്പ് ഉടമകൾ. തീരുമാനം വില പരിഷ്കരണം പ്രാബല്യത്തിൽ വരുന്നത് ഓരോ ദിവസവും രാവിലെ 6 മുതലാക്കണമെന്ന ആവശ്യം എണ്ണ കമ്പനികൾ അംഗീകരിച്ചതോടെ ഇന്ധനവില നിർണയത്തിലെ പുതിയ പരിഷ്കാരം നിലവിൽ വരുന്നത് നാളെ മുതൽ. ആശങ്കയുടെ അഗ്നി ദുരന്തം. ലണ്ടൻ നഗരത്തെ ആശങ്കയിലാഴ്ത്തിയ വൻ തീപിടുത്തത്തിൽ 12 പേർ മരിച്ചതായി സ്ഥിരീകരണം. പുക ശ്വസിച്ച് ശാരീരിക അസ്വസ്ഥതകളുമായി 74 പേർ ആശുപത്രിയിൽ. 120 വീടുകളടങ്ങിയ 24 നില കെട്ടിടത്തിനുള്ളിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നതായി സംശയം. മരണസംഖ്യ കൂടാൻ ഇടയുണ്ടെന്ന് ലണ്ടൻ പോലീസ്. പടിഞ്ഞാറൻ ലണ്ടനിലെ ഫ്ളാറ്റ് സമുച്ചയത്തിൽ വൻ തീപിടുത്തമുണ്ടായത് ലണ്ടൻ സമയം ഇന്നലെ പുലർച്ചെ 1:30-ഓടെ. ലാറ്റിമറിലെ ഗ്രെൻഫെൽ ടവർ എന്ന 24 നില കെട്ടിടത്തെ തീ പൂർണ്ണമായും വിഴുങ്ങി. അപകട കാരണം 1970-ൽ പണി കഴിപ്പിച്ച കെട്ടിടത്തിന്റെ നവീകരണത്തിനിടെ കൂട്ടിയിട്ട പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിലെ വീഴ്ചയെന്ന് നിഗമനം. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻ സമാപിക്കുന്നു. പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ്, പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ്പ് മാട്രസസ്. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.